കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹൂദാജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിനെ പണിതതും അതിനെ യഹൂദയ്ക്കു വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്കു യെഖോല്യ എന്നു പേർ. അവൾ യെരുശലേംകാരത്തിയായിരുന്നു. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അവൻ പുറപ്പെട്ടു ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഗത്തിന്റെ മതിലും യബ്നയുടെ മതിലും അസ്തോദിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ദൈവം ഫെലിസ്ത്യർക്ക് ഗൂർബാലിൽ പാർത്ത അരാബ്യർക്കും മെയൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. അമ്മോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. ഉസിയാവ് യെരുശലേമിൽ കോൺവാതിൽക്കലും താഴ്വരവാതിൽക്കലും തിരുവിങ്കലും ഗോപുരങ്ങൾ പണിതു ഉറപ്പിച്ചു. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു അനേകം കിണറും കുഴിപ്പിച്ചു. അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ അവനു മലകളിലും കർമ്മേലിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഉണ്ടായിരുന്നു. ഉസിയാവിന് പടയാളികളുടെ ഒരു സൈന്യമുണ്ടായിരുന്നു. അവർ രായസക്കാരനായ യെയീയേലും പ്രമാണിയായ മയശേയാവും എടുത്ത എണ്ണപ്രകാരം ഗണഗണമായ രാജാവിന്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിന്റെ കൈക്കീഴെ യുദ്ധത്തിന് പുറപ്പെടും. യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക 2600. അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തു വന്നവരായ 3,07,500 പേരുള്ള ഒരു സൈന്യബലം ഉണ്ടായിരുന്നു. ഉസിയാവ് അവർക്ക് സർവ്വസൈന്യത്തിനും തന്നെ പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, കവണക്കല്ല് എന്നിവയുണ്ടാക്കിക്കൊടുത്തു. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്താളങ്ങളുടെയും മേൽ വെക്കേണ്ടതിന് കൌശലപ്പണിക്ക് അസങ്കൽപ്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തു ചെന്നു ഉസിയ രാജാവിനെ തടുത്തു അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കൈയിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയാൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുസ്തം പൊങ്ങി. മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുസ്തം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തുപോകുവാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവന്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഉസിയാവ് അവന്റെ പിതാക്കന്മാരെപ്പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞു അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 27-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം
1 മുതലുള്ള വാക്യങ്ങൾ. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്നു പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിന്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു. അവൻ യഹൂദാ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്തു അവരെ ജയിച്ചു. അമ്മോന്യർ അവന് ആ ആണ്ടിൽ തന്നെ 100 താലന്ത് വെള്ളിയും 10,000 കോർ കോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമ്മോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ യോഥാം തന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല യുദ്ധങ്ങളും അവന്റെ പ്രവൃത്തികളും ഇസ്രയേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കരിയോത്താ യൂദായിൽ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ചു അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞൊത്തു. അവന് വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്തു അവനെ കാണിച്ചു കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്നു അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയൊരു വന്മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്നു അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്ത് ഉണ്ട്. നിർണയിച്ചിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെപ്പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയാകുന്നു. നിങ്ങൾ ആകുന്നു
എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിക്കുന്നു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്നും 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചതിന്, ഒരു കുറവുമുണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ. അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റു വാൾ കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനിയും എന്നിൽ നിവൃത്തി വരേണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന്, മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവുപോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടുപോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടു ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു അവരോട്, നിങ്ങൾ ഉറങ്ങുന്നതെന്തേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം, 12 ഒരുവനായ യൂദ, അവർക്ക് മുന്നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തുവന്നു. യേശു അവനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞു അവന്റെ കാത് തൊട്ട് സൌഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാരത്തെ കണ്ടു. അവനെ ഉറ്റുനോക്കി, ഇവനും അവനോടുകൂടെയായിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിനേരം കഴിഞ്ഞാൽ വേറൊരുവൻ, ഇവനും അവനോടുകൂടെയായിരുന്നു, സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടവനെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി, പ്രവചിക്ക, നിന്നെ അടിച്ചവൻ ആർ എന്ന് ചോദിച്ചു. മറ്റു പലതും അവനെ ദൂഷിച്ചു പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപസംഘത്തിൽ വരുത്തി, നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല.
എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന്, നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവർ, ഇനിയും സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്തു ആവശ്യം? നാം തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. 10-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 10-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു. ദൈവം ഇല്ല എന്നാകുന്നു അവന്റെ നിരൂപണമൊക്കെയും. അവന്റെ വഴികളെല്ലായ്പ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ. തന്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്നു അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറവിടങ്ങളിൽ വെച്ചു അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിലെന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു. അഗതികൾ അവന്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്നു അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ. ദൈവമേ, തൃക്കൈ ഉയർത്തണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ടു പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അനാഥന് നീ സഹായിയാകുന്നു. ദുഷ്ടന്റെ ഭോജ്യത്തെ നീ ഒടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവന്റെ ദേശത്തുനിന്ന് നശിച്ചുപോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യൻ ഇനിയും ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന്, യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു.